ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണ ഒരു ഏഷ്യൻ പര്യടനമാണ് ബ്രസീൽ നടത്തുന്നത്. 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൗത്ത് കൊറിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. പിന്നീട് 14-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ മറ്റൊരു ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് ബ്രസീലിൻ്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. പക്ഷേ ഏഷ്യൻ ടീമുകളെ ബ്രസീലിന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഏഷ്യൻ ടീമുകൾക്കെതിരെ സർവാധിപത്യം പുലർത്താൻ, അതല്ലെങ്കിൽ സമഗ്രാധിപത്യം പുലർത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളായിക്കൊണ്ട് ചില കണക്കുകൾ ഉണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഏഷ്യൻ ടീമുകൾക്കെതിരെ ആകെ 46 മത്സരങ്ങളാണ് ഇതുവരെ ബ്രസീലിൻ്റെ ടീം കളിച്ചിട്ടുള്ളത്. അതിൽ 40 മത്സരങ്ങളിലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. 4 സമനിലകൾ വഴങ്ങേണ്ടി വന്നു. കേവലം 2 തോൽവികൾ മാത്രമാണ് ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതായത് 46 മത്സരങ്ങളിൽ നിന്ന് കേവലം 2 തോൽവികൾ മാത്രം. 89.9% ഇപ്പോൾ ബ്രസീലിൻ്റെ വിജയ ശതമാനമായി കൊണ്ടുവരുന്നത്. ആകെ 147 ഗോളുകൾ ഈ മത്സരങ്ങളിൽ നിന്നായി ബ്രസീൽ നേടിയിട്ടുണ്ട്. കേവലം 17 ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. അതായത് ഏഷ്യൻ ടീമുകൾക്കെതിരെ അവസാനമായി കളിച്ച 21 മത്സരങ്ങളിലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശുഭകരമായ ഒരു കണക്കാണ്. മാത്രമല്ല 2001 ഒരു ഏഷ്യൻ ടീമിനെതിരെ അവസാനമായി കൊണ്ട് ബ്രസീൽ പരാജയപ്പെട്ടിട്ടുള്ളത്. അന്ന് ഓസ്ട്രേലിയയാണ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 2001 ശേഷം ഇതുവരെ ഒരൊറ്റ തോൽവി പോലും ഏഷ്യൻ ടീമിനെതിരെ ബ്രസീലിന് വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ നല്ല കണക്കുകൾ മാത്രമാണ് ഏഷ്യൻ ടീമിനെതിരെ ഇപ്പോൾ ബ്രസീലിന് അവകാശപ്പെടാനുള്ളത്. ഈ വരുന്ന 2 മത്സരങ്ങളും മികച്ച വിജയത്തോടു കൂടി ബ്രസീൽ അവസാനിപ്പിക്കും എന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.